നമസ്കാരം. ഇതിഹാസവാചാലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലങ്കയുടെ തീരത്തെത്തി ശ്രീരാമചന്ദ്രനും വാനരപ്പടയും. ഈ രാക്ഷസൻ പറയുകയാണ്, അങ്ങ് ദൈവത്തെ ഓർത്ത് സീതാദേവിയെ വിട്ടുകൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരും, അവർ നമ്മളെ എല്ലാവരെയും വകവരുത്തുന്ന പറയുകയാണ്. രാവണൻ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം. രാവണൻ പറഞ്ഞു, ആഹാ അങ്ങനെയാണെന്ന് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി നേരെ സീതയെടുത്ത് ചെല്ലുകയാണ്. കൂടെ ഒരു രാക്ഷസനുണ്ട്. ആ രാക്ഷസന് മായാജാലം കാണിക്കാറിയാം. അപ്പോൾ ശ്രീരാമനെ കൊന്നു എന്ന് പറഞ്ഞ ശ്രീരാമൻ്റെ ഒരു തല ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ശ്രീരാമൻ്റെ വില്ലും എടുക്കുകയാണ്. അതുകൊണ്ട് സീതയ്ക്ക് കാണിച്ചു കൊടുക്കുക. കണ്ട, ഞാൻ നിന്റെ രാമനെ കൊന്നു, ഇന്നലെ രാമൻ ഇവിടെ എത്തി, രാത്രി എത്തിയിരുന്നു, ഞാൻ അവരുറയും കിടക്കുമ്പോൾ ചെന്ന് അവരെ മുഴുവൻ ഞാൻ ആക്രമിച്ച് ശ്രീരാമൻ്റെ തലയാണിത് കണ്ടോന്ന് പറയാണ്. അപ്പോൾ സീതാദേവി ഇരുന്ന് കരയാൻ തുടങ്ങി, വേങ്ങളടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ രാമൻ എനിക്ക് വേണ്ടി വന്നു, രാമനെ കൊന്നു കളഞ്ഞില്ലേ, ഇനി ഞാൻ രാമൻ്റെ പുറകെ ഞാനും പോവുകയാണെന്ന് പറയാം. അപ്പോൾ രാവണൻ പറയും, നീ എൻ്റെ ഭാര്യയാവ്, അതാ നിനക്ക് നല്ലത്, നിനക്കിവിടെ നീ ഇപ്പം എൻ്റെ ഭാര്യ, നിനക്ക് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് പറയാണ്. അപ്പോൾ സീതാദേവി പറയും, ഇല്ല, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേഗം മറ്റുള്ള രാക്ഷസന്മാർ വന്ന് രാവണനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്താ വെച്ചാൽ യുദ്ധം തുടങ്ങാറായി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സീതാദേവി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സീതാദേവിയുടെ കൂടെയുള്ള രാക്ഷസിലെ ഒരാൾ പറയുകയാണ്, ഒന്നും പേടിക്കേണ്ട, രാവണനൊന്നും പറ്റിയിട്ടില്ല, അത് രാവണൻ്റെ മായാജാല വിദ്യയാണ്, ഇത് ശരിക്കുമുള്ള തലയും വില്ലും അല്ലെന്ന് പറയാണ്. അപ്പോൾ ഇത് രണ്ടും അപ്രത്യക്ഷമാവുകയും ചെയ്യും. രാവണൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈ വില്ലും തലയും അപ്രത്യക്ഷമാവും. അപ്പോൾ ഇത് രാമനൊന്നും പറ്റിയിട്ടില്ല, പേടിക്കേണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ആ രാക്ഷസിയോട് സീതാദേവി പറയാണ്, ഒന്ന് പോയി രാവണൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ പറയാം. എന്നിട്ട് പോയി നോക്കിയിട്ട് തിരിച്ചു വന്ന് പറയാണ്, ഒന്നും പേടിക്കേണ്ട, രാമനും ലക്ഷ്മണനും ഒരു കുഴപ്പമില്ല, വാനരന്മാർക്കും ഒരു പ്രശ്നമില്ല എന്ന് പറയാണ്. എന്നിട്ട് പിന്നീട് ഇവിടെ യുദ്ധം തുടങ്ങാനുള്ള തീരുമാനം എടുക്കുകയാണ്. എന്നിട്ട് അംഗദനെ അയക്കുന്നുണ്ട് ശ്രീരാമൻ. അംഗദനെ അയച്ചിട്ട് സന്ദേശമായിട്ട് വരികയാണ്, ഈ നാളെ രാവിലെ നിന്നെ ഞാൻ കൊല്ലാൻ വരും, യുദ്ധം നമ്മൾ തുടങ്ങുകയാണെന്നുള്ളത് അംഗദൻ വന്ന് അറിയിക്കും. അപ്പോൾ രാവണൻ രാക്ഷസന്മാരോട് പറയാണ്, ഇപ്പം ഈ കൊരങ്ങനെ കൊല്ലാൻ പറയുകയാണ്. അപ്പോൾ അംഗദൻ എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞ് ഇടിച്ച് ശരിയാക്കി തറയിലിട്ടിട്ട് അംഗദൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യുദ്ധം തുടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ത്രികൂട മലയുടെ മുകളിൽ രാവണൻ്റെ കൊട്ടാരം കാണുകയാണ്. അപ്പോൾ രാവണൻ പുറത്ത് വന്ന് ഇവരെ നോക്കുന്നത് ഇവർ കാണും. സുഗ്രീവന് ദേഷ്യം വന്ന് സുഗ്രീവൻ വേഗം ചാടി അവിടെ ചെന്ന് രാവണനെ അടിക്കുകയാണ്. അപ്പോൾ രാവണൻ തിരിച്ചു അടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അടിക്കും. പിന്നെ രാവണൻ മായാജാലം കാണിക്കാൻ പോകാമെന്ന് മനസ്സിലാവുമ്പോഴേക്കും സുഗ്രീവൻ വീണ്ടും അവിടെ നിന്ന് എടുത്ത് ചാടി തിരിച്ച് രാമൻ്റെ അടുത്തെത്തും. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, എന്താ സുഗ്രീവ നീ കാണിച്ചു, ഒരു കാരണവശാലും അങ്ങനെ പോകരുതായിരുന്നു, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ, എൻ്റെ കൂട്ടുകാരനാണെന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു, അപ്പോൾ ദൈവത്തെ ഓർത്ത് ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയാണ്. അപ്പോൾ സുഗ്രീവൻ പറയും, ശരി ഞാൻ കാണിക്കില്ല, പക്ഷെ അതിനവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, അതാ ഞാൻ അവനെ ചെന്ന് അടിച്ചതെന്ന് പറയാം. അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങുകയാണ്. രാക്ഷസന്മാരും വരും, ആനപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ വലിയ യുദ്ധം നടക്കുകയാണ്. വാനരന്മാരെല്ലാം കുറേ രാക്ഷസന്മാരെ കൊന്നു കഴിഞ്ഞ് ഈ രാക്ഷസന്മാർ കുറേ പേര് ഓടിച്ചെന്ന് രാവണനോട് പറയും, ഒരു രീതിയിലും വാനരന്മാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലെന്ന് പറയാം. അപ്പോൾ ഇന്ദ്രജിത്ത്, രാവണൻ്റെ മകനായ ഇന്ദ്രജിത്ത് വരാമെന്ന് പറയാണ്. ഇന്ദ്രജിത്ത് വന്ന് നാഗാസ്ത്രം ചെയ്യും. രാമനും ലക്ഷ്മണനും കൊണ്ടു കഴിയുമ്പോൾ ഇവരുടെ ദേഹത്ത് പാമ്പ് പിണഞ്ഞ് കിടക്കുകയാണ്. ഇവർ സ്തംഭിച്ച് അവിടെ കിടക്കുകയാണ്. പിന്നെ ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, അവരിങ്ങനെ അവിടെ കിടപ്പാകും. അപ്പം ഇന്ദ്രജിത്ത് വന്ന് ആക്രമിക്കുന്നത് തന്നെ ആരും കാണാതെയാണ്, മറഞ്ഞിരുന്നാണ് ഇന്ദ്രജിത്ത് ആക്രമിക്കുന്നത്. ഇന്ദ്രജിത്ത് അപ്രത്യക്ഷമാവാൻ പറ്റും പെട്ടെന്ന് തന്നെ. അപ്പം മറഞ്ഞിരുന്നാണ് അമ്പ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ കിടക്കുന്ന കാണുമ്പോൾ സുഗ്രീവനും ഹനുമാനും പറയും, ഇനി ഒരു കാര്യം ചെയ്യും, എല്ലാവരും ഇവർക്ക് ചുറ്റും കൂടിക്കോളും, ഇവരെ കാത്ത് രക്ഷിച്ച് നമ്മൾ നിൽക്കണം, ഇവർ മരിച്ചിട്ടില്ല, പക്ഷേ ഇവരെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തേണ്ട നമുക്കറിയില്ല, കാരണം പാമ്പ് ചുറ്റി കിടക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മളാണ് അവരെ രക്ഷിക്കേണ്ടത്, നമുക്ക് നോക്കാമെന്ന് പറയുകയാണ്. അവർ നോക്കുമ്പോൾ ഒരു വലിയ പക്ഷി പറന്നു വരുന്നു. നോക്കുമ്പോൾ ഗരുഡൻ പറന്ന് അവിടെ എത്തുമ്പോഴേക്കും ഈ നാഗങ്ങളെല്ലാം അഴിഞ്ഞ് ഊർന്നു പോവുകയാണ്, പല സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നാഗങ്ങളുടെ ശത്രുവാണല്ലോ ഗരുഡൻ. പോയി കഴിയുമ്പോൾ തന്നെ ലക്ഷ്മണനും ശ്രീരാമനും എണീക്കുകയാണ്. ഗരുഡനോട് നന്ദി പറയുകയാണ്. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഗരുഡൻ അവിടെ നിന്ന് പോവുകയാണ്. അതിന് വീണ്ടും യുദ്ധം തുടങ്ങുകയാണ്. ഒരുപാട് വലിയ രാക്ഷസന്മാർ വരും, ദേവാന്തകൻ, നരാന്തകൻ, അങ്ങനെ പലരും വരും. അപ്പം അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രാക്ഷസന്മാരും, എല്ലാ കേന്മാരായിട്ടുള്ള രാക്ഷസന്മാരെയും രാമലക്ഷ്മണന്മാരും വാനരന്മാരുടെ കൊല്ലുകയാണ്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വാനരന്മാരും മരിച്ചു വീഴുന്നുണ്ട്.
അങ്ങനെ ഏറ്റവും അവസാനം രാവണൻ പറയാണ് പോയി കുംഭകർണനെ എണീപ്പിക്കാൻ പറയുകയാണ്. കുംഭകർണൻ ഉറങ്ങാൻ കിടന്നു. അപ്പോൾ കുംഭകർണനെ പഞ്ചവാദ്യവും മേളമൊക്കെ കേൾപ്പിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും കുംഭകർണൻ എണീക്കുന്നില്ല. അവസാനം ഭക്ഷണം കൊണ്ടുവരും. അതിൻ്റെ മണം അടിക്കുമ്പോഴാണ് കുംഭകർണൻ എണീക്കുന്നത്. എണീറ്റിട്ട് വരും. അപ്പോൾ എന്തിനെന്നെ ഇപ്പോൾ എണീപ്പിച്ചതെന്ന് ചോദിക്കുക. പറയും ശ്രീരാമനെത്തി, യുദ്ധത്തിനെത്തി, അങ്ങ് വരണം എന്ന് പറയുകയാണ്. അത് കുംഭകർണൻ ചെല്ലുകയാണ്. കുംഭകർണൻ ചെന്ന് കഴിയുമ്പോൾ കുംഭകർണനെ കാണുമ്പോൾ തന്നെ വാനരന്മാർക്ക് പേടിയാവും. അവർ വേഗം ഓടി മാറും. കാരണം അത്ര വലിയ ശരീരമാണ് കുംഭകർണൻ. എന്നിട്ട് ലക്ഷ്മണൻ യുദ്ധം ചെയ്യാൻ ചെല്ലുകയാണ്. അപ്പോൾ പറയും നിന്നെ പോലെ കൊച്ചു പയ്യൻ്റെ അടുത്തല്ല എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്, ശ്രീരാമനെ വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ ശ്രീരാമനും വന്ന് കുംഭകർണനായിട്ട് യുദ്ധമാണ്. കുറേ നേരം കഴിഞ്ഞ് അവസാനം ശ്രീരാമൻ കുംഭകർണനെ അമ്പ് ചെയ്ത് കുംഭകർണൻ്റെ 2 കൈയും കാലും ഒക്കെ മുറിച്ച് കളയുകയാണ്. അവസാനം കുംഭകർണനെയും ശ്രീരാമൻ കൊല്ലും. ഇതറിഞ്ഞു കഴിയുമ്പോൾ രാവണൻ ഒന്നുകൂടി സങ്കടമാകും. കാരണം കുംഭകർണനെയും കൊന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും മക്കളെ വിടുകയാണ്. ഋഷിരൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്, അവനെയും ബാക്കിയുള്ള മക്കളെയൊക്കെ വിടുകയാണ്. ഇവരെ എല്ലാവരെയും കൊല്ലുകയാണ്. അപ്പോൾ അവരെയും കൊന്നു കഴിഞ്ഞു. അങ്ങനെ രാവണനെ ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാവണന് മനസ്സിലാവുകയാണ്. അപ്പോൾ എന്നാലും സീതയെ വിട്ടുകൊടുക്കില്ല രാവണൻ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആൾക്കാരെ വിടുകയാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് രാവണനോട് അച്ഛൻ ഇനി ഞാൻ പോവാന്ന് പറയാണ്. ഇന്ദ്രജിത്ത് നേരെ ചെന്ന് പൂജ തുടങ്ങുകയാണ്. ആ പൂജ തുടങ്ങി കുറച്ചായി കഴിയുമ്പോഴാണ് ഇന്ദ്രജിത്ത് വന്ന് അമ്പ ചെയ്യുകയാണ്. മറന്നിരുന്നാണ് അമ്പ ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്മണനെ അമ്പ ചെയ്ത് വീഴ്ത്തുകയാണ്. അപ്പോൾ രാമൻ ഓടി വരാം. രാമനും വാനരന്മാരെല്ലാം ഓടിക്കൂടാണ്. ഇവർക്ക് മനസ്സിലായി ഇന്ദ്രജിത്ത് ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്തതാണ്. ഇന്ദ്രജിത്ത് കൂടാതെ കുറേ വാനരന്മാരെ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീരാമന് സങ്കടം സഹിക്കാൻ വയ്യ. ലക്ഷ്മണൻ വീണ് കിടക്കുന്ന കണ്ടിട്ട് ഇവരെ അമ്പ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ദ്രജിത്ത് തിരിച്ചു പോവുകയാണ്. ഈ ഹനുമാന്റെ അടുത്ത് സുഷേനൻ എന്ന് പറഞ്ഞ ഇവരുടെ വാനരന്മാരുടെ വൈദ്യം അറിയാവുന്ന ആളുണ്ട്. അത് പറയാണ് മരുത്വാമലയിൽ പോയി സഞ്ജീവനി ഈ ചെടികളുണ്ട്, അത് കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ ഹനുമാൻ പറയുന്നത് ശരി, ഞാൻ ഇപ്പം തന്നെ പോകാം. അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ അടുത്താണ് ഇതുള്ളത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതിലേതാണ് ഈ സഞ്ജീവനി ചെടികൾ, ഇതൊന്നും മനസ്സിലാക്കുക. കുറേ ചെടികളുണ്ട് അതിൽ. അപ്പോൾ എല്ലാം ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഹനുമാൻ മലയോടെ പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.